യെസ് ലോഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ത്യയുടെ പൂന്തോട്ട നഗരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാംഗ്ലൂരിൽ വളരെ സ്വപ്നതുല്യമായി ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ മുന്നിലുണ്ടായിരുന്ന അനന്തമായ സാധ്യതകളെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി ബലിയർപ്പിക്കുവാൻ സ്വയം സമർപ്പിച്ചു. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് പൗരോഹിത്യം എന്ന നിധി സ്വന്തമാക്കിയ ഒരു യുവ വൈദികനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. അച്ഛാ, സെമിനാരിയിൽ ചേരാൻ അച്ഛൻ തീരുമാനമെടുക്കുന്നത് എപ്പോഴായിരുന്നു? അങ്ങനെ കൃത്യമായിട്ടൊരു സമയം പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഇങ്ങനെ ജോലി അന്വേഷിച്ചു പോയി. അപ്പോൾ ആദ്യം എനിക്ക് IPA എന്ന് പറഞ്ഞ ഒരു വെയിങ് ആൻഡ് ഓട്ടോമേഷൻ കമ്പനിയാണ്, അവിടെ ജോലി കിട്ടി. അവിടെ ഞാൻ ഡിസൈൻ എഞ്ചിനീയറായിട്ടാണ് ജോലി ചെയ്തത്. അവിടെ 2 വർഷം പൂർത്തിയാക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലൊരു ജോലി കിട്ടി, SA ഡിജിട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. അവിടെയും ചെയ്യുന്ന ജോലി കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാം, അതേ മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ നല്ലൊരു ആഗ്രഹമുണ്ട്, അച്ഛനാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അച്ഛനാവാനായിട്ട് സാധിക്കുമോ, അവിടുത്തെ ആ ജീവിതചര്യ അതൊക്കെ എനിക്ക് പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുള്ളതുകൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. പക്ഷേ 5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റി. അങ്ങനെ ഞാനിങ്ങനെ സെമിനാരിയിൽ ചേരുകയായിരുന്നു ഉണ്ടായത്. അച്ഛൻ ചെറുപ്പം മുതലേ ഒരു പുരോഹിതനാവണമെന്നൊരു ആഗ്രഹം അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു ഗ്രാമപ്രദേശത്താണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഇടവകയിൽ വികാരി അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, ഇടവകയിൽ നിന്ന് അച്ഛന്മാരായിട്ട് പോയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ ജീവിതം, അവർ ചെയ്യുന്ന നല്ല ശുശ്രൂഷ, അവർക്ക് ലഭിക്കുന്ന സ്നേഹം, അവർ മറ്റുള്ളവർക്ക് നൽകുന്ന പരിഗണന, അതൊക്കെ എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ പേരപ്പൻ, അതായത് അപ്പച്ചൻ്റെ ചേട്ടൻ വൈദികനായിരുന്നു. ഞങ്ങളുടെ കോതമംഗലം രൂപതയിലെ തന്നെ വൈദികനാണ്. വളരെ നല്ല ശുശ്രൂഷ ചെയ്ത്, ഏറ്റവും ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്ത് എല്ലാവരാലും ആദരിക്കപ്പെട്ട, സ്നേഹിക്കപ്പെട്ട ഒരച്ഛൻ. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് വലിയ മാതൃകയായിരുന്നു. എൻ്റെ ചേട്ടൻ അച്ഛനായി. അപ്പോൾ അങ്ങനെ ഒരു വൈദിക ജീവിതത്തോട്, സമർപ്പിത ജീവിതത്തോട് ഒരു താല്പര്യവും ആഭിമുഖ്യമുള്ള ഒരു കുടുംബം കൂടി ആയതുകൊണ്ടായിരിക്കണം എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചത്. ശരിക്കും വെച്ചാൽ അച്ഛൻ വൈദികനാവണം എന്നുള്ളൊരു ആഗ്രഹം അച്ഛൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനെക്കുറിച്ചുള്ള ദൈവനിയോഗം, ഒരു പുരോഹിതനാകണം എന്നൊരു കാര്യം അച്ഛൻ എങ്ങനെയാണ് ശരിക്കും തിരിച്ചറിഞ്ഞത്? അതെങ്ങനെയാണ് കൺഫേം ചെയ്യാൻ പറ്റിയത്? വാസ്തവത്തിൽ എനിക്ക് ഈ ദൈവവിളിയെക്കുറിച്ച് ഒരു ഉറപ്പ്, അത് പലരും അങ്ങനെ പറഞ്ഞൊക്കെ ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ചില തോന്നലുകൾ ഇതാണ് എന്നുള്ള ഒരു രീതിയിൽ ഒരിക്കലും വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ, ദൈവവിളി എന്ന് പറയുന്നത് ഒരിക്കലും ദൈവം നേരിട്ട് വിളിക്കുന്നതല്ല, വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെയൊക്കെയാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്.
ആ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് ദൈവം നമുക്കായിട്ട് ഒരുക്കി തരുന്ന സാഹചര്യങ്ങളിൽ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുമ്പോഴാണ് നമ്മുടെ വിളി തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം, ദൈവിക കാര്യങ്ങളോടുള്ള ഒരു താല്പര്യം, ആളുകൾക്ക് സേവനം ചെയ്യുന്നതിലുള്ള താല്പര്യം, മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം ഇടപെടാൻ സാധിക്കുന്നു. അതൊക്കെ ഈ ദൈവവിളിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനിങ്ങനെ വിശുദ്ധരെക്കുറിച്ച് വായിക്കുമായിരുന്നു. വായിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ വായനയിലൂടെ എനിക്ക് എൻ്റെ വിളി തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു അച്ഛൻ. തീർച്ചയായിട്ടും ഒരുപാട് സമയമെടുത്തു. സാധാരണ ആളുകളെ സംബന്ധിച്ച് 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ തീരുമാനം എടുക്കാൻ പറ്റും, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരുപാട് നാളുകൾ ആലോചിക്കേണ്ടി വന്നു. ഒരു ഉറച്ച തീരുമാനത്തിലെടുക്കാനായിട്ട് ഒരുപാട് സമയമെടുത്തു. അച്ഛാ, CET അച്ഛന് നൽകിയ കളർഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പസ് ലൈഫ്, മെക്കാനിക്കൽ പോലെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു എൻജിനീയറിംഗ് കോഴ്സ്, അതിനുശേഷം ബാംഗ്ലൂർ സിറ്റി അച്ഛന് പ്രോമിസ് ചെയ്ത കരിയർ ഗ്രോത്ത്, ഇതെല്ലാം അച്ഛന് മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ ചെറുപ്പം മുതലേ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന വൈദികനാവണം എന്ന ആഗ്രഹം, ആ ഒരു ആവേശം അച്ഛൻ കെടാതെ സൂക്ഷിച്ചു. എങ്ങനെ സാധിച്ചു? വാസ്തവത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എൻജിനീയറിങ്ങിന് പോകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ പേരപ്പൻ, ഞാൻ ആദ്യം സൂചിപ്പിച്ച അച്ഛൻ പറഞ്ഞു, അച്ഛനാവുന്ന ഒരു വൈദികൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനും കൊള്ളാവുന്ന മനുഷ്യനായിരിക്കണം. ഇപ്പോൾ നമ്മൾ രൂപതാ സെമിനാരിയിൽ പോയാൽ 3rd ഗ്രൂപ്പ് അല്ലെങ്കിൽ 4th ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നീ +2 കൂടെ പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്, തൊട്ടുമൂത്ത ചേട്ടൻ സാബു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഒന്നിനോടും താല്പര്യമില്ല, വെറുതെ ഇങ്ങനെ സുഖമാനായിട്ട് നടക്കണം, ജീവിതത്തിൽ ഒരാഗ്രഹവും ഇല്ല, അതുകൊണ്ടാണ് നീ അച്ഛനാവാൻ പോണത്, ഇല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നീ പഠിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് അച്ഛനോടും ചെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. അപ്പോൾ അന്നേരം എനിക്ക് നല്ല റാങ്ക് വാങ്ങിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നല്ല റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി, തൽക്കാലത്തേക്ക് ഈ ആഗ്രഹം ഒന്ന് മാറ്റി വെച്ചേക്കാം, ഡിഗ്രി കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കില്ലേ, അങ്ങനെ ഓർത്താണ് ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ചേട്ടൻ അവിടെയാണ് പഠിച്ചത്. ആ ചേട്ടൻ പഠിച്ച് പാസ്സായി, അടുത്ത വർഷമാണ് ഞാൻ അവിടെ. അപ്പോൾ ആ കോളേജ് എനിക്കറിയാം, പക്ഷേ കേരളത്തിലെ നമ്പർ 1 കോളേജാണെന്നും എനിക്കറിയത്തില്ല. അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഡിമാൻഡുള്ള ഒരു കോഴ്സാണെന്നും എനിക്കറിയത്തില്ല. അവിടെ അങ്ങ് ചെന്ന് പെടുകയായിരുന്നു. അവിടെ ചെന്നിട്ട് ഒരുവിധം നന്നായിട്ട് പഠിക്കാനൊക്കെ സാധിച്ചു. അപ്പം ഒരുപാട് നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്തെ സാഹചര്യത്തിൽ മറ്റ് മതസ്ഥരായ ആളുകളോട് ഇടപെടാനായിട്ട്, അധ്യാപകരെ കാണാനായിട്ട്, അങ്ങനെ വ്യത്യസ്തമായ വീട്ടിൽ നിന്ന് മാറിയൊരു സാഹചര്യത്തിൽ ജീവിക്കാനൊക്കെ സാധിച്ചു. അന്ന് ഞാൻ താമസിച്ചത് ബദനി ഹോസ്റ്റലിലാണ്, തിരുവനന്തപുരത്ത് നാലാഞ്ചിറയുള്ളത്. അത് അച്ഛന്മാർ നടത്തുന്ന ഒരു ഹോസ്റ്റലായതുകൊണ്ട് അധികം ഉഴപ്പാനൊന്നും സാധിച്ചില്ല. കുർബാനയിൽ, പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ കിട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അല്പം വിഷമമുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും തീരുമാനിച്ചിരുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഉടനെ സെമിനാരിയിൽ ചേരണമെന്ന് തീരുമാനിച്ചാണ് എഞ്ചിനീയറിംഗ് തുടങ്ങിയത്. അപ്പോൾ അന്നേരം എനിക്കൊരു സംശയം, ആളുകൾ എന്നെക്കുറിച്ച് പറയില്ലേ, ഇവന് ജോലി കിട്ടിയില്ല, അതിൻ്റെ നിരാശയിൽ അച്ഛനാവാൻ പോയതാണെന്ന് പറയില്ലേ എന്നൊരു സംശയം തോന്നി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി മേടിക്കണം, എന്നിട്ട് ജോലി കുറച്ച് സമയം ചെയ്തിട്ട് രാജിവെച്ച് വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ബാംഗ്ലൂർ, ചേട്ടൻ അവിടെ ജോലിയുണ്ട്, അവിടെ പോയി ചേട്ടൻ്റെ കൂടെ താമസിച്ചു, ജോലി കണ്ടെത്തി. അച്ഛാ, ആ കാലഘട്ടത്തിൽ ഒരു യുവ എഞ്ചിനീയറിന് സ്വപ്നം കാണുന്നതിന് അപ്പുറമുള്ള ഒരു
നല്ലൊരു പൊസിഷനിലാണ് അച്ഛൻ എത്തിയത്. ബാംഗ്ലൂരിലെ ഇൻ്റർനാഷണൽ കമ്പനിയിലെ ഉന്നതമായ ജോലി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ബാംഗ്ലൂർ ലൈഫ് നൽകുന്ന ആ ഒരു ഫ്രീഡം, വളരെ മികച്ച മാരേജ് പ്രപ്പോസൽസിനുള്ള സാധ്യതകൾ, ഇതെല്ലാം അച്ഛൻ ഉപേക്ഷിച്ചു. എന്നിട്ട് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു. ലോകത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് വിശുദ്ധമായ പൗരോഹിത്യം തിരഞ്ഞെടുക്കാൻ അച്ഛൻ പൗരോഹിത്യത്തിൽ കണ്ട ആ ഒരു മഹത്വം, ആ യൂണീക്നെസ്, അതെന്തായിരുന്നു? വാസ്തവത്തിൽ ഞാൻ അച്ഛനാകാനായിട്ട് നേരത്തെ എൻ്റെ പേരപ്പൻ്റെ ജീവിത ശൈലി കണ്ട് അത് എനിക്ക് താല്പര്യമുള്ള ഒരു മേഖലയായിരുന്നു. പക്ഷേ ഞാൻ അച്ഛനാകാനായിട്ട് സെമിനാരിയിൽ ചേരുന്നത് എൻ്റെ പേരപ്പൻ മരിച്ചു കഴിഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ശുശ്രൂഷകളെക്കുറിച്ച്, അദ്ദേഹത്തിന് സ്പർശിച്ച് പോകാൻ കഴിഞ്ഞ ആളുകളെക്കുറിച്ച് കേട്ടപ്പോൾ അവരൊക്കെ പുത്തൻകുളമച്ചൻ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച്, വലിയ കാര്യങ്ങളൊന്നുമല്ല ചെയ്തത്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ വരുത്തിയ വലിയ മാറ്റങ്ങൾ 5 വർഷം ഒക്കെ കഴിഞ്ഞിട്ടും അവർ അതിനെക്കുറിച്ച് ഓർക്കുകയും അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സങ്കടങ്ങളിൽ, സന്തോഷങ്ങളിലൊക്കെ അച്ഛൻ പങ്കുചേർന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പണ്ടുണ്ടായിരുന്ന ആഗ്രഹം കൂടുതൽ ശക്തിപ്പെടാനായിട്ട് തുടങ്ങി. പിന്നെ പൗരോഹിത്യ ജീവിതത്തിൽ നമുക്ക് അല്ലാതെ ജീവിക്കുമ്പോൾ, ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, ജോലി ചെയ്യുന്നു, നല്ല ശമ്പളം കിട്ടുന്നു, ഒരു ഏകാന്തതയാണ് എൻ്റെ നോട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. ആളുകളുമായിട്ട് ബന്ധമില്ല, ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു മുറിയിൽ താമസിക്കുന്നു, രാവിലെ ജോലിക്ക് ഇറങ്ങിപ്പോകുന്നു, നമ്മുടെ ജോലി ചെയ്ത് പൂർത്തിയാക്കുന്നു, തിരിച്ചു വരുന്നു, ആളുകളുമായിട്ട് ബന്ധമില്ല. അതേസമയം ഒരു വൈദികനെ സംബന്ധിച്ച് ഒരു വർഷം ഒരു ഇടവകയിൽ ജോലി ചെയ്യുമ്പോൾ, ഒരു 500 കുടുംബങ്ങളുള്ള ഇടവകയാണെങ്കിൽ ഒരു 1000 പേരെങ്കിലും ചുരുങ്ങിയത് പരിചയപ്പെടാനായിട്ട് സാധിക്കും. അപ്പം അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയുക, അവർ നമ്മളോട് വന്ന് സംസാരിക്കുക, അതൊക്കെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ട അച്ഛന്മാർ, ഞാൻ സംസാരിച്ച അച്ഛന്മാർ, അവരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തു. ശരിക്കും വെച്ചാൽ വൈദിക ജീവിതത്തിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ അച്ഛൻ ഇപ്പോൾ പങ്കുവച്ചത് തീർച്ചയായിട്ടും ഇന്നത്തെ യുവതലമുറയ്ക്ക്, ജോലിക്ക് വേണ്ടി സമ്പത്തിൻ്റെ പുറകെ പായുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അച്ഛനെടുത്ത ഈ തീരുമാനം വലിയൊരു വെല്ലുവിളി തന്നെയാണ്, വലിയൊരു ആവേശവും പ്രചോദനം തന്നെയാണ്. May I come in, sir? Yes, please. Take your seat. ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ ഇതുപോലൊരു ജോലി ലഭിക്കാൻ എത്രയോ പേര് ശ്രമിക്കുന്നുണ്ടെന്നറിയോ? അത് അത്ര നിസ്സാരമായിട്ട് ഉപേക്ഷിച്ച് കളയരുത്. ഇൻ കേസ് യു ഗോട്ട് എ ബെറ്റർ ഓപ്ഷൻ, ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഇൻ യുവർ കേസ് എല്ലാം ഉപേക്ഷിച്ച് സെമിനാരിയിലേക്കൊക്കെ, ഇനിയിപ്പോൾ തനിക്ക് ഇവിടെ സെമിനാരിയിൽ കണ്ടിന്യൂ ചെയ്യാനായില്ലെങ്കിൽ അത്തരം ഉത്കണ്ഠകൾ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നോ? ശരിക്കും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു വശത്ത് എല്ലാം ഉപേക്ഷിച്ച് രാജിവെച്ചൊക്കെ പോവുക, വേണമെങ്കിൽ ലീവ് എടുത്ത് പോവാം, അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ വേറൊരു തരത്തിൽ ചിന്തിച്ചത്, ദൈവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളവിടെ ചില സാഹചര്യങ്ങളൊക്കെ ശരിയാവുകയാണെങ്കിൽ അങ്ങനെ കണ്ടീഷണലായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിൽ എനിക്കത്ര താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഒരു വശത്ത് ആശങ്കകളുണ്ട്. ആശങ്കകളെല്ലാം മാറ്റിവെച്ച് വാസ്തവത്തിൽ ഞാൻ മൈനർ സെമിനാരിയിലെ ക്യാമ്പിന് പോയി. എനിക്കൊരു കൺഫർമേഷനൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. അവരെന്നെ വിളിച്ചായിരുന്നു, പക്ഷേ ആ നമ്പർ വീട്ടിലെ നമ്പർ ആയതുകൊണ്ട് എന്നെ കിട്ടിയില്ല. അപ്പോൾ അഡ്മിഷനുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല രാജിവെക്കുന്ന സമയത്ത്. എന്തു വന്നാലും ഇനി അവിടെ കിട്ടിയില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ചേരണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോൾ തമ്പുരാന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ മുമ്പോട്ട് പോവുകയായിരുന്നു. അച്ഛാ, വൈദികനാവണം എന്നുള്ള അച്ഛൻ്റെ ആഗ്രഹം, ആ ഒരു തീരുമാനം അച്ഛൻ വീട്ടിലറിയിച്ചത് എങ്ങനെയായിരുന്നു? അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വീട്ടിൽ ഞാൻ 27 വയസ്സാകുമ്പോഴാണ് ഈ അച്ഛനാവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ എനിക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ നിർബന്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട്, ബാംഗ്ലൂരുള്ള ചേട്ടനോട് പറഞ്ഞു, അടുത്ത വർഷം ഞാൻ എന്തായാലും അച്ഛനാവാൻ പോവുകയാണ്, അതുകൊണ്ട് ഇനി കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇത്രയൊക്കെ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചിട്ട് സെമിനാരിയിലെ ചിട്ടകൾ, അതുപോലെ ഇടവക വികാരി അല്ലെങ്കിൽ ഇടവകയിലെ അച്ഛൻ എന്നുള്ള ജീവിതം, അതൊക്കെ വിരസമായി പോകാനായിട്ട് സാധ്യതയുണ്ട്, അതുകൊണ്ട് ശരിക്ക് ആലോചിക്കണം എന്ന് പറഞ്ഞു.
പക്ഷേ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. ഒരുപക്ഷെ അമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷമായത്. അമ്മയും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായിരുന്നു. എങ്കിലും അവർ ആ സന്തോഷം പ്രകടമാക്കിയില്ല. കാരണം ഞാൻ കൂടുതൽ ആലോചിച്ച് എൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ആ തീരുമാനം എടുക്കണം എന്നുള്ളതുകൊണ്ടാവണം എൻ്റെ അച്ഛനായിട്ടുള്ള ചേട്ടനും പറഞ്ഞത്, നീ അച്ഛനാവാൻ പോയെന്ന് കരുതി എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹമില്ല, ആകാൻ പോയില്ല എന്ന് കരുതി സ്നേഹക്കുറവുമില്ല, അങ്ങനെ പറഞ്ഞോളൂ. അപ്പോൾ എനിക്ക് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട്, ചിന്തിച്ചൊരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം അവർ ഒരുക്കി തരുമായിരുന്നു ചെയ്തത്. അച്ഛൻ ഈ തീരുമാനം പറഞ്ഞപ്പം അച്ഛൻ്റെ അമ്മ എന്താണ് പറഞ്ഞത്? എനിക്ക് 4 മക്കളാണുള്ളത്. 4 മക്കളിൽ എല്ലാവരുടെയും 3 പേരുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് ബാബുവിൻ്റെ കാര്യത്തിലേക്ക്. ബാബുവിൻ്റെ ചെറുപ്പം മുതൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അവൻ ഒരു വൈദികനായി കാണണമെന്ന്. പക്ഷേ അവൻ പഠിക്കാൻ പോയി. അപ്പോൾ എനിക്ക് ആ പ്രതീക്ഷ തീരെ ഉണ്ടായിരുന്നില്ല. പിന്നെ പഠിച്ച് ജോലി കിട്ടി ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അവന് കല്യാണം ആലോചിച്ച് പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട, ഞാനിങ്ങനെ ചെറുപ്പം തൊട്ട് പറഞ്ഞ ഒരു കാര്യമാണ് അച്ഛനാകണമെന്ന്, അതുകൊണ്ട് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് തന്നെ മനസ്സിന് എന്തോ ഒരു തോന്നി. കൊച്ചിങ്ങനെ പറഞ്ഞപ്പോൾ എന്നാ ഇതിൻ്റെ ഇതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര അച്ഛനാകുകയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഭയങ്കരമായിട്ടൊരു സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അച്ഛനെ അറിയിച്ചു. അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ 4ാമത്തെ മകനാണ് അവൻ വേഗം തന്നെ അവനെ അച്ഛനാക്കാനായിട്ട് ഞങ്ങൾ കോതമംഗലത്തേക്ക് അയക്കുകയും ചെയ്തു. ഇപ്പം വൈദികനായി ചെല്ലി ഇപ്പം 2 വർഷമാകാൻ പോണു. ജനുവരി 3-ാം തീയതി എൻ്റെ ഇടവകപ്പള്ളിയിൽ നെയ്ശ്ശേരി പള്ളിയിൽ വെച്ചാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത്. കോതമംഗലം രൂപത മെത്രാൻ അഭിവന്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ് എനിക്ക് പട്ടം തന്നത്. ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ജനുവരി 3-ാം തീയതി. ഒത്തിരി കൃപകൾ സ്വന്തമാക്കാൻ കിട്ടി. പൗരോഹിത്യം എന്ന നിധി സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം. പട്ടം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എന്നെ പിതാവ് ആദ്യമായിട്ട് അപ്പോയിൻ്റ് ചെയ്തത് കലൂർക്കാട് പള്ളിയിൽ കൊച്ചച്ഛനായിട്ടാണ്. ഏകദേശം 1.5 വർഷത്തോളം അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ വണ്ണപ്പുറത്ത് മാർസ്ലീവ പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്യുന്നു. 6 മാസത്തോളം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ടുള്ള കൃപ ദൈവം തന്നു. അങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ശരിക്കും വെച്ചാൽ അച്ഛൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമായിരുന്നല്ലേ അന്ന്? തീർച്ചയായിട്ടും. പട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷത്തെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്നുള്ള രീതിയിൽ ആ ദിവസം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അച്ഛാ, ചെറുപ്പം മുതൽ തന്നെ വൈദികനാവണം എന്നൊരാഗ്രഹം അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ദൈവവിളിയെക്കുറിച്ച് എനിക്ക് ചെറിയ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു, നേരിട്ടുള്ള വിളിയാണ്, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പോകണം. മറിയത്തെ വിളിക്കുന്നു, ഒരു ദൈവദൂതനെ വിട്ട് വിളിക്കുന്നു. അങ്ങനെ ദൈവവിളി കിട്ടിയവരെല്ലാം ദൈവത്തിൽ നിന്ന് നേരിട്ട് വിളി സ്വീകരിച്ചവരാണ്. അപ്പോൾ എനിക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ ദൈവം എന്നെ നേരിട്ട് വിളിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അച്ഛനായി കഴിയുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നത് നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ദൈവം നേരിട്ട് ആരെയും വിളിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേരപ്പൻ അച്ഛൻ്റെ ഒപ്പം ഒത്തിരി സമയം ചെലവഴിക്കാനായിട്ട്, അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളിൽ അച്ഛനോടൊപ്പം പോയി താമസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് എൻ്റെ ചേട്ടൻ അച്ഛനായി. അപ്പോൾ തീർച്ചയായിട്ടും വൈദിക ജീവിതത്തോട് ഒരു ആഭിമുഖ്യവും താല്പര്യവും എന്നും ഉണ്ടായിരുന്നു. ഈ വിളി കിട്ടുന്ന കാര്യത്തിൽ മാത്രം ദൈവം എന്നെ വിളിക്കില്ലേ, ആ വിളി കാത്ത് നിന്നുകൊണ്ട് അല്പം താമസിച്ചു പോയി. ചെറുപ്പത്തിൽ തന്നെ വരാനായിട്ട്
സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു അച്ഛൻ്റെ ഒരു ദൈവവിളി അല്ലേ? എന്ന് പറയാം. ശരിക്കും വൈകിയ വേളയിലാണെങ്കിലും കുറെ കൂടി ഒരു മച്യൂരിറ്റിയോട് കൂടി ആ ഒരു ഡിസിഷൻ എടുക്കാൻ അച്ഛന് പറ്റി. അങ്ങനെ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരും ഇപ്പോഴെന്നെ കുറിച്ച് പറയാറുണ്ട്, പെരുമാറ്റത്തിലൊക്കെ കൂടുതൽ പക്വതയുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അല്പം താമസിച്ചു പോയെങ്കിലും ഇതിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ എത്ര കാലം വൈദികനായിരുന്നു എന്നുള്ളതല്ല, ഇത്രമാത്രം നന്നായിട്ട് ഓരോ സമയവും ചിലവഴിക്കാനായിട്ട് സാധിച്ചു, അതാണ് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് അച്ഛനാകാൻ പോയായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഏകദേശം 10 വർഷത്തോളം ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ദൈവത്തിന് നമ്മളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതി എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അച്ഛന് ഉയർന്നു പറക്കാൻ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. കോളേജ് ലൈഫിലും ബാംഗ്ലൂരിലുള്ള ആ ജോലി സമയത്തൊക്കെ അച്ഛൻ്റെ ലൈഫിലൊരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പുരോഹിതനായിട്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ തോന്നുന്ന സംതിങ് സ്പെഷ്യലായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഹാപ്പിനെസ്, അതെന്താണ്? വാസ്തവത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഞാൻ പഠിച്ച തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ നമ്പർ 1 കോളേജാണ്. അവിടെ പഠിച്ച എല്ലാവരും നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ എനിക്ക് നല്ല ജോലി കിട്ടി, നല്ല സാധ്യതകളുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് പൗരോഹിത്യം എന്ന സ്വപ്നം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലൊരു ബോധ്യം കിട്ടിയത് ഞാൻ ഡീക്കനായിരുന്നപ്പോൾ നടന്ന ഡീക്കന്മാരുടെ റിട്രീറ്റ് ഉണ്ടായിരുന്നു. അതിൽ അന്ന് ഞങ്ങളെ ധ്യാനിപ്പിച്ച മരിയദാസച്ചൻ പറഞ്ഞു, വൈദികനാകുക എന്നതിനപ്പുറത്ത് ഒരു പ്രൊമോഷനില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സ്ഥാനം എന്ന് പറയുന്നത് പുരോഹിതനാവുക എന്നുള്ളതാണ്. അത് എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് നോട്ട് കുറിച്ചിരുന്ന ഡയറിയിൽ അത് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനത് എടുത്ത് വായിക്കാറുമുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയും ഈ എഞ്ചിനീയർ ആയതുകൊണ്ട് അച്ഛനായി പോയതുകൊണ്ട് ഇനി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കയറാം, അങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് വായിച്ചു നോക്കും. വൈദികനാകുക, വിശുദ്ധ കുർബാന അർപ്പിക്കുക, കുമ്പസാരിപ്പിക്കുക, ജീവിതത്തിൽ അതിലും വലിയൊരു പ്രൊമോഷൻ നമുക്ക് കിട്ടാനായിട്ടില്ല. അപ്പോൾ എല്ലാ സാധ്യതകളുടെയും അപ്പുറത്ത് വൈദികനാകുക എന്നുള്ള സന്തോഷം, ജോൺ മരിയ വിയാനിയൊക്കെ പറയുന്ന പോലെ ഈ സന്തോഷം ശരിക്കും നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹൃദയം പൊട്ടി മരിക്കും എന്നൊക്കെ പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് ഈ ചുരുങ്ങിയ കാലത്തിൽ തോന്നിയിട്ടുണ്ട്. ഇനിയും ആ ബോധ്യത്തിൽ ആഴപ്പെടാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോകത്തിൽ എന്തിനേക്കാൾ വിലയേറിയതാണ് പൗരോഹിത്യമെന്ന് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അച്ഛൻ കാണിച്ചു തരികയായിരുന്നു. ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തെയും സമർപ്പിത ജീവിതത്തെയും താറടിക്കുന്ന പ്രവണതകൾക്ക് മുമ്പിൽ സഭയ്ക്ക് വളരെ ചങ്കൂറ്റത്തോടു കൂടി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു മാതൃകയാണ് അച്ഛൻ്റെ ജീവിതം. സഭയെ പടുത്തുയർത്തുന്ന സ്വർഗത്തിൻ്റെ ഒരു എൻജിനീയറായി അച്ഛൻ കൂടുതൽ കത്തിജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക്സ് അച്ഛൻ. ദൈവവിളി അത് കൃത്യസമയത്ത് തിരിച്ചറിയാൻ സാധിക്കുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്നാൽ വൈകിയാണെങ്കിലും നമ്മെക്കുറിച്ചുള്ള ദൈവനിയോഗം അത് തിരിച്ചറിഞ്ഞാലുടൻ എന്തു വില കൊടുത്തും അത് നിറവേറ്റുക എന്നതാണ് മാത്യു അച്ഛൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം. വൈദിക ജീവിതത്തോട് ഉള്ളിലൊരാഗ്രഹം ശക്തിപ്പെടുന്നുണ്ടോ? തീരുമാനമെടുക്കാൻ ഒട്ടും വൈകേണ്ട. ദൈവം കൂടെയുണ്ട്. യെസ് ലോർഡ്. വീണ്ടും അടുത്തയാഴ്ച കാത്തിരിക്കാം പ്രാർത്ഥനയോടെ.